അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് വെറും 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ. ബാക്കിയൊക്കെ ചോറാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 2-3 ആൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ചോറാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ ചോറാണ് കേട്ടോ. അപ്പം നമ്മൾ മട്ടേരിൻ്റെ ചോറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കളറ് ആ ഒരു കളറാവും. അതുകൊണ്ട് തന്നെ സാധാ കളർ ചോറാണെങ്കിൽ വെള്ള കളർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ചോറ് നിങ്ങൾ എത്ര ബാക്കി വരുന്ന അത്ര എടുക്കുക കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ അത്രയും കൂടുതൽ പൊടി നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അധികം വെള്ളം ഒഴിക്കാണ്ട് ഇളക്കി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇതിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ഹോളിൽ കൂടെ പോരൂല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി വെറും 1/4 കപ്പ് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നമ്മൾ വറുത്ത അരിപ്പൊടി തന്നെയാണ് ചേർക്കേണ്ടത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി തന്നെയാണ്. ഇനി അത് പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കും നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെയാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു വെള്ളം ചേർത്തിട്ടില്ല. ചോറ് അരച്ചപ്പോൾ ചേർത്ത വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെ ആ ഒരു പാകത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വെള്ളം കൂടുതൽ ചോറ് അരക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ പൊടി നിങ്ങൾക്ക് എക്സ്ട്രാ ആവശ്യം വരും. ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ കുറ്റിയിലേക്ക് ഇട്ടിട്ട് സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ആ ഒരു തട്ടിലോ പിഴിഞ്ഞിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ അല്ലേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ തട്ടിൽ കുറച്ചൊന്ന് എണ്ണ നമ്മൾ തടവി കൊടുക്കണം. ഇതൊക്കെ എല്ലാവരും സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിത് പിഴിഞ്ഞെടുക്കുന്നത് കാണിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ചിലർ വിചാരിക്കും ഇങ്ങനെ മുറിഞ്ഞ് വീഴുമെന്നൊക്കെ. ഒന്നുമില്ല, സാധാരണ നമ്മൾ ഇടിയപ്പം പീച്ചുന്ന അതേപോലെ തന്നെയാണ്. ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റീമോൾഡ് ചെയ്യുന്നതും കാണിക്കാനുള്ള കാരണം അതാണ്, ഒട്ടിപ്പിടിക്കുക എന്നുള്ള ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോന്നും ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഇത് കറിൻ്റെ കൂട്ടിലോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഇടിയപ്പം കഴിക്കുന്ന പോലെ തന്നെ. ഈ ചൂടുവെള്ളം കൊണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് ബലം പിടിക്കുക ഒന്നും ചെയ്യൂല, നല്ല സോഫ്റ്റ് തന്നെയാണ്. നമ്മൾ ചോറ് ചേർത്ത് കാരണം ഇനി കുറച്ച് തേങ്ങ ഇട്ടിട്ടും കൂടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഒരു ടൈറ്റും ഇല്ലാതെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ കണ്ടില്ല എല്ലാവരും, ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചോറ് കൂടുതൽ ചേർത്ത പൊടി വളരെ കുറവ് മാത്രം മതി. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.